പിറ്റേന്ന് ഇവർ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി CCTV ക്യാമറ എല്ലാം പരിശോധിച്ച് നോക്കി. പക്ഷേ ഇവിടുന്ന് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടുത്തെ CCTVയിലൊക്കെ നോക്കിയപ്പോഴൊന്നും അവരെ ഇല്ല. അവർ നടന്നു പോകണമെന്നും കാണാനില്ല. ജംഗ്ഷനിൽ പോയിട്ടാണ് അവർ അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഒന്നും ഇല്ല. ഞാനത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും പുള്ളിക്കാരനെ രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. എന്നാലും നമ്മൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മളെ ഈ നാട്ടുകാരെന്നുള്ള അഭിപ്രായത്തിൽ നമുക്ക് പറയാനുള്ളത്, പ്രതി കുറ്റക്കാരനാണെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വെള്ളറടയിലെ പ്രിയംവദയുടെ കൊലപാതകം ഒരു നാടിനെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം തുടക്കം മുതൽ തന്നെ, അതായത് തിരച്ചിൽ അതുപോലെ തന്നെ മറ്റ് നടപടികളിലൊക്കെ ഉണ്ടായിരുന്ന KSU നേതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്, അജിൻ. ശരിക്കും എന്താണ് ശരിക്കും ആദ്യം അറിഞ്ഞത്? ഒരു 2-3 ദിവസം മുന്നേ ഇവിടുത്തെ പനച്ചമുണ്ട വാർഡ് മെമ്പർ ശ്രീശ്യാം ഒരു ഫോട്ടോ, ഈ മരണപ്പെട്ട യുവതിയുടെ ഫോട്ടോ ഗ്രൂപ്പിലിടുകയും പിന്നെ അതിനനുസരിച്ച് ഈ പറയുന്ന യുവതിയുടെ ഒരു മകളെ കിട്ടിയിരിക്കുന്ന എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ അന്വേഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഈ ലൊക്കാലിറ്റി കൂടെ തന്നെയാണ് കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇന്നലെ ഒരു ന്യൂസ് അറിഞ്ഞതും ആദ്യം തൊട്ട് തന്നെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പ്രതിയെന്ന് പറയുന്ന ആള് നിലവിൽ ഈ പറയുന്ന ഈ സമൂഹമായിട്ടും ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ഉണ്ടെങ്കിലും ഇവിടെയുള്ള ആരുമായിട്ട് ഒരു ബന്ധമുള്ള ആളല്ല. അപ്പോൾ പ്രിയംവദയെ കാണാതായത് അറിയുന്നല്ലോ. അപ്പോൾ അന്വേഷണം, നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം അങ്ങനെ ഉണ്ടായിരുന്നു? കൃത്യമായിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് നമ്മൾ CCTV പരിശോധിക്കുന്ന കാര്യങ്ങളിലായാലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും ഞങ്ങളുണ്ടായിരുന്നു. നാട്ടുകാരനാണ്, അപ്പോൾ പ്രിയംവദയെ അറിയാമല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു ആള് രാവിലെ ജോലിക്ക് പോകുന്നതും വരുന്നതും, കാരണം നമുക്കറിയാം കശുവണ്ടി ഫാക്ടറിയിലാണ് പോകുന്നത്. പുള്ളി രാവിലെ പോകുന്നതും വരുന്നതൊക്കെ കാണുന്ന ആളെ. ഇതുവരെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ആളായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഭർത്താവായിട്ട് വേർപിരിഞ്ഞ് താമസിക്കായിരുന്നു? വർഷങ്ങളുണ്ട് വേർപിരിഞ്ഞ് താമസിക്കുന്നത്, അറിയാന്നുള്ള കാര്യങ്ങളാണ്. മക്കള് 2 പേരാണ്. ഈ പ്രതി വിനോദ് ആളെ അറിയായിരിക്കുമല്ലോ, എങ്ങനെയാണ് ആളിന്റെ ഒരു സ്വഭാവം? ആള് ഇപ്പൊ അതിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ അങ്ങനെ പുള്ളിക്കാരൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലോട്ട് ഞങ്ങൾക്കറിയില്ല. കാരണം ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് പുള്ളിക്കാരൻ ഇങ്ങനെയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. പിന്നെ ഇതുവരെ നിലവിൽ ഇങ്ങനെ ഒരു പ്രശ്നം പുള്ളിക്കാരൻ ഉണ്ടായിരുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇതിന്റെ അകത്തുള്ള കാര്യങ്ങൾ ബാക്കി കൃത്യമായിട്ട് ഞാൻ സ്റ്റേഷനിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പോലീസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോലീസിന്റെ അടുത്ത് ആവശ്യപ്പെട്ട കാര്യം, കൃത്യമായിട്ട് ഈ കേസ് അന്വേഷിച്ചു വേണ്ട നടപടി, കാരണം പ്രതി തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് പോലീസിന്റെ അടുത്ത് ഈ പ്രാദേശിക ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോഡി കണ്ടെത്തുന്ന സമയം നിങ്ങളുടെ ഉണ്ടായിരുന്നു. അല്ലല്ല, അത് ഈ കുഴിച്ചിട്ട നിലയിലായിരുന്നല്ലോ. പിന്നെ ഇവിടെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കൂടുതലായിട്ട് ഞങ്ങൾ അവിടെ നിന്നില്ല. ബാക്കി ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് പ്രതി കുടിച്ച് ബഹളമുണ്ടാക്കും, അത്തരത്തിൽ ബഹളക്കാരനായിരുന്നു എന്ന രീതിയിലൊക്കെ ഇപ്പോൾ വിവരങ്ങൾ പബ്ലിക്കില് ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ളത് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല പബ്ലിക്കില്. പിന്നെ പുള്ളിക്കാരൻ ഇപ്പൊ വെച്ചിട്ട് ഞാൻ അറിയുന്ന വെച്ച് പ്രതി കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് കേട്ടില്ല. ഞങ്ങള് അറിഞ്ഞു വരുന്ന സമയത്ത് പോലീസ് വന്നു പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി, സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. ബോഡി കണ്ടെടുക്കുന്ന സമയത്ത് പ്രതി ഇവിടെ ഉണ്ടായിരുന്നു? അല്ല, പ്രതിയെ കൊണ്ടുവന്നു. ഒരു പ്രതിയാണ് കൊണ്ടുവന്നത്. 2 പേരുണ്ടെന്ന് പറയുന്നില്ലേ? അതില് ഈ പറയണ പേരെന്നോ വിനോദ് എന്ന് പറയുന്ന ആ ചേട്ടനാണ് ഇവിടെ കൊണ്ടുവന്ന പുള്ളിക്കാരൻ തന്നെയാണ് സ്ഥലം കാണിച്ചു കൊടുത്തതും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത്. ഈ പ്രിയംവദയും വിനോദും തമ്മിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളത് അതിനെപ്പറ്റി അറിയാമോ? പക്ഷേ എൻ്റെ ഒരു സുഹൃത്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മരണപ്പെട്ട ആളെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. പുള്ളിയായിട്ട് സംസാരിച്ചതിൽ അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാടുള്ളതായിട്ട് പറയുന്നില്ല. അങ്ങനെ വേറെ ഒരു തരത്തിലും ഒരു ബന്ധമുള്ളതായിട്ട് പറയുന്നില്ല. അതിൽ വേറെ നമുക്ക്, കാരണം അങ്ങനെ ഒരു ഇടപാട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റെന്തെങ്കിലും വൈരാഗ്യമുള്ളതായിട്ട് എന്തെങ്കിലും സൂചന? ഇല്ല, അങ്ങനെ ഉള്ള ഒരു, കാരണം നമ്മളിത് മനസ്സുകൊണ്ട് പോലും നമ്മൾ വിചാരിച്ച കാര്യമല്ലല്ലോ. അതാണ് നമ്മൾ ഈ CCTV അടക്കം നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത്. നമുക്ക് അറിയാം, അടുത്തടുത്തിരിക്കുന്ന വീടുകളാണ്. അപ്പൊ അയൽവാസികൾക്കിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അല്ലേ? ഇത് ഇവിടെയുള്ള രാഷ്ട്രീയത്തിനപ്പുറം ഇപ്പം ഇനി എടുത്തു പറയാനാണെങ്കിൽ, ഇന്നലെ തുടക്കം തൊട്ട് അവസാനം വരെ ഇവിടുത്തെ വാർഡ് മെമ്പർ, പനച്ചമൂട് വാർഡ് മെമ്പർ കൃത്യമായിട്ടും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനും
പുള്ളിക്കാരൻ രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. എന്നാലും നമ്മൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മളെ ഈ നാട്ടുകാരെന്നുള്ള അഭിപ്രായത്തിൽ നമുക്ക് പറയാനുള്ളത്, പ്രതി കുറ്റക്കാരനാണെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. മാത്രമല്ല ഇപ്പൊ ഈ അമ്മ ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു, ഇയാൾ എങ്ങാനും പുറത്തിറങ്ങിയാൽ തനിക്ക് ജീവന് ഭീഷണിയാകുമോ എന്നൊരു ആശങ്ക അമ്മ. അത് പ്രധാനമായിട്ടും ഇപ്പൊ സംസാരിക്കുന്ന കേട്ട കാര്യമാണ്. ഞാൻ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ഈ വിഷയം സംസാരിക്കും. കാരണം അവരുടെ സുരക്ഷ ഒരുക്കേണ്ട ഞങ്ങളെയും കൂടെ ഉത്തരവാദിത്വമല്ലേ. അതുകൊണ്ട് കൃത്യമായിട്ട് അവരുടെ ആ ഒരു വിഷയം ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ അറിയിക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ് ആവശ്യം. നാടിനെ നടുക്കിയൊരു കൊലപാതകമാണ്. അപ്പോൾ ഉറ്റവരെന്ന രീതിയിൽ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത് ഈ സാഹചര്യത്തിൽ? ഇത് 12-ാം തീയതിയാണ് ഇവരെ കാണാനില്ലാത്തത്. അപ്പം അന്ന് ഇവർ വിചാരിച്ചൊന്ന് വരുമെന്ന് വിചാരിച്ചിരുന്നു. കാരണം എന്നും പോയിട്ട് 7 മണിയാകുമ്പോൾ ഇവർ തിരിച്ച് പറഞ്ഞതാണ്, വേറെ ഒരിടം പോവില്ല. അപ്പം അന്ന് എൻ്റെ അടുത്ത് ഞാൻ അറിഞ്ഞില്ല, ഇവർ പറഞ്ഞില്ല ഇവർ വരുമെന്ന് വിചാരിച്ചു. 13-ാം തീയതി വെള്ളിയാഴ്ച രാത്രിയാണ് ഇവൾ എന്നെ ഇതുപോലെ വിളിച്ച് പറയണത്, ഇതുപോലെ എൻ്റെ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ച് ചിലപ്പോൾ ഇവർ ബന്ധുവീടിന് എവിടെയെങ്കിലും പൊയ്ക്കാണും എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അന്ന് മൊത്തം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് അന്വേഷിച്ച് കണ്ടില്ല എന്ന് പറഞ്ഞ് പിറ്റേന്ന് ഇവർ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി CCTV ക്യാമറ എല്ലാം പരിശോധിച്ച് നോക്കി. പക്ഷേ ഇവിടെ നിന്ന് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടുത്തെ CCTVയിലൊക്കെ നോക്കിയപ്പോഴൊന്നും അവരെ ഇല്ല. അവർ നടന്നു പോകണമെന്നും കാണാനില്ല. ജംഗ്ഷനിൽ പോയിട്ടാണ് അവർ അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഒന്നും ഇല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പിന്നെ ഒരു CCTVയിലും ഇല്ല. പിന്നെ ഇതെങ്ങനെ പോയി, എങ്ങോട്ട് പോയി, ഒരു തെളിവോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയാണ് പിന്നെ ഇന്നലെ രാവിലെ ഇവർ അന്വേഷിക്കാന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് പോലീസ് ഇവിടെ വന്ന് ഇങ്ങനെയെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ അറിഞ്ഞില്ല, ഇവർ വന്നതൊന്നും അറിഞ്ഞില്ല. ഇന്നലെ ഒരാൾ വിളിച്ച് പറഞ്ഞാണ് നമ്മൾ ഓടി ഇവിടെ പറഞ്ഞത്. അപ്പോഴത്തേക്ക് അവരറിഞ്ഞില്ല. ഇന്നലെ വൈകിട്ട് വരെ അവർ മരിച്ചെന്ന് മക്കള് താരും അങ്ങനെ പറഞ്ഞില്ല. അവർക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. മരിച്ചോ ജീവനോടെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നതെന്നാണ് എല്ലാവരും പറഞ്ഞത്. കാരണം മരിച്ചെന്ന് പെട്ടെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞില്ല. വൈകിട്ട് വരെ ഇവരെ അവസ്ഥ കണ്ട് നമുക്കും പിടിച്ചേക്കാൻ പറ്റില്ല. കാരണം അമ്മ ഉണ്ടോ, ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ഇത് അവർക്ക് അറിഞ്ഞൂടാ. വൈകുന്നേരം രാത്രിയാണ് ഇതുപോലെ മരിച്ചെന്ന് അവർ ഉറപ്പിച്ചത്. രാവിലെ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ കുഴിച്ചെടുക്കുമ്പോഴും ഇവര് അകത്ത് മരിച്ചോ ഇല്ലേ എന്ന് അറിഞ്ഞൂടെ അതിന് മക്കളിരുന്നത്. ഇന്ന് രാത്രിയാണ് അവർ അറിയുന്നത്, മരിച്ചെന്ന് അറിയുന്നത്. കാരണം അച്ഛനില്ല, അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയി. ജീവനോടുള്ള ആള് കൊച്ചില് ഉപേക്ഷിച്ച് പോയി. അത് അന്ന് തൊട്ടേ ഇവർ അന്ത്യാഭ്യസിൽ പോയാണ് ജീവിക്കുന്നത്. ഇതുവരെയും അവരങ്ങനെ വേറെ ഒന്നായിട്ട് നമുക്കറിയില്ല. ഇതുവരെ അങ്ങനെ പോയൊരു അറിയില്ല. അപ്പം ഇത്രയും കാലം അവർ ഈ 50 വയസ്സ് വരെ ഇതുവരെ ജീവിച്ചിട്ട് ഇങ്ങനെ ഒരു വാർത്തയിലൊക്കെ പലതും പറയുന്നുണ്ട്. ഒന്ന് സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പം അതിലറിയാൻ പറ്റും. അതാണ് നമ്മൾ ഒരു ഉറപ്പ്. പക്ഷെ ഇവരെ ഇങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ പുറത്ത് വിടരുതെന്നാണ്. കാരണം ഇവിടെ ഇനി ഒരുപാട് കുടുംബങ്ങളൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആളെ ഇനി ഇങ്ങനെ പുറത്ത് വിടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ജനങ്ങളെ കൈ കൊടുക്കും, നാട്ടുകാരെ കൈ കൊടുക്കും. അല്ലാതെ ഇങ്ങനെയുള്ളവരൊന്നും പുറം ലോകം ഇനി കാണിക്കരുത്. ഇനി അവർക്കും ജീവിക്കാനുള്ളതാണ്, മക്കൾക്കും ജീവിക്കാനുള്ളതാണ്, അവരുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ്. അപ്പൊ അവരെ ഇനി പുറത്ത് വിടരുതെന്നാണ് ഞാൻ ഒരു നാട്ടുകാരെ അവളൊരു സുഹൃത്തായ രീതിക്ക് ഞാൻ പറയുന്നത്. അല്ലാതെ സുഹൃത്തിന്റെ അമ്മയാണല്ലേ? അവളുടെ എൻ്റെ ഉറ്റ സുഹൃത്താണ് അവള്. നല്ല സ്നേഹമാണ് അവളെ അമ്മ. ഞാൻ ആകെപ്പാടെ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഇടയ്ക്ക് അവർ വീട് മാറിയായിരുന്നു, ഒരു മോള്. ആ സമയത്ത് അവിടെ വന്നു, അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ആകെ 2 വട്ടം ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവള് പറഞ്ഞെനിക്കറിയാം, രാവിലെ ജോലിക്ക് പോയാൽ വൈകിട്ട് വീട്. അല്ലാതെ അവരൊരു മക്കളെ വീട്ടിൽ പോലും അങ്ങനെ വന്ന് നിൽക്കൂല. ജോലി എപ്പോഴും അവരെന്നും ജോലിക്ക് പോകും. ഒരു ദിവസം മുടങ്ങാതെ ജോലിക്ക് പോണേന്ന് അങ്ങനെ അറിയാവൂ. പക്ഷെ വേറെ തെറ്റായിട്ട് അങ്ങനെ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. ഈ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ട് മക്കളെ ഇത്രയും വലുതാക്കി കഷ്ടപ്പെട്ട് അവരെ വിവാഹം കഴിച്ച് ഏൽപ്പിക്കുന്നു, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പറ്റി മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ രീതിയിലൊരു പ്രചാരണം, അത് ശരിക്കും അത് തെറ്റാണ്. പിന്നെ ഇവർ പോയ സമയത്ത് ഒരുപാട് പേര് വിചാരിച്ചവര് ആരോടെങ്കിലും പൊയ്ക്കാണും എന്നാണ് ഒരുപാട് പേര് പറഞ്ഞത്. കാരണം ഇങ്ങനെ ഒരു സംഭവം ആരും അങ്ങ് വിചാരിക്കുന്നില്ല. പക്ഷേ ഈ CCTVയിലൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാനും പെട്ടെന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചത് തന്നെ ആയിരിക്കാം. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല, CCTVയിലില്ല, നടന്നു പോണ ഒരു ഫുട്ടേജും ഇല്ല. അല്ലെങ്കിൽ വാഹനങ്ങൾ വല്ലതും കയറ്റിക്കൊണ്ട് പോയെങ്കിലേ ഉള്ളൂ. കാരണം അവർ സാധാരണ ജംഗ്ഷനിൽ പോയിട്ടേ കയറി പോകാറുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഒരു ഇത് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്തോ സംഭവിച്ചെന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവിടെ ആരും കഴുത്തിന് മാലയൊക്കെ ഉണ്ട്. കാരണം ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. ഇന്നത്തെ കാലത്ത് അറിയാലോ, ഒരുപാട് ന്യൂസ് നമ്മൾ കാണുന്നതാണ്. അപ്പം 3 പവന്റെ മാല അത് കഴുത്തി കിടപ്പുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് പോയിട്ട് വരണത് കാണുന്നവർക്ക് അറിയാം. ഇവരെ കഴുത്തിൽ മാലയുണ്ട്, ഒറ്റയ്ക്കാണ് താമസിക്കുന്ന സ്ത്രീയാണ്. അപ്പം
അങ്ങനെ എന്തെങ്കിലും ഒരു അഭയം നടത്തിയതായിരിക്കാം എന്ന് ഞാൻ അവളുടെ അടുത്ത് പറയുകയും ചെയ്തു. എന്നിട്ട് അവൾ CCTV നോക്കിയിട്ട് പറഞ്ഞ് ഒരു ഓട്ടം നടന്നു പോണതൊന്നുമില്ല, പക്ഷെ ഒരു ഓട്ടം മറച്ചിട്ട് പോണ ഒരു ഇത് അതിൽ കാണണം. അപ്പൊ ഞാൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള CCTV നോക്കണം, എത്ര സമയം കഴിഞ്ഞിട്ടാണ് അത് തിരിച്ചങ്ങോട്ട് പോയത്, അതൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് പിറ്റേന്ന് രാവിലെ പോലീസ് വന്നു ഇങ്ങനെ മരിച്ചു പോയെന്ന് പറഞ്ഞ. നമ്മൾ രാവിലെ അറിഞ്ഞു അവർ മരിച്ചു എന്ന് പറഞ്ഞു, പക്ഷെ നമ്മളിവിടെ ഒന്നും പറഞ്ഞില്ല അവരുടെ അടുത്ത്. അവരുടെ മാനസികാവസ്ഥ നമ്മൾ കാണുമ്പോഴേ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. രാത്രിയാണ് അവർ അറിയണത് മരിച്ചതെന്ന്. പക്ഷെ രാവിലെ വാർത്തക്കാരൊക്കെ വന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു മരിച്ചു എന്ന് പറഞ്ഞത്. ഈ ഒരു സാഹചര്യം അത് അവർ അതിജീവിക്കട്ടെ. അതെ അതെ, വേറെ ആരുമില്ല, അവർക്ക് അച്ഛനും ഇല്ല, അമ്മയും ഇല്ലാതായി. പ്രതിക്ക് തക്കതായ ശിക്ഷ തക്കതായ ശിക്ഷ കൊടുക്കണം. കാരണം ഇങ്ങനെ ഇത് നമ്മുടെ നാട്ടിലെ സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇനി ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം ആർക്കും എന്തും ചെയ്യാന്നുള്ള ഒരു അവസ്ഥയായി ഇപ്പം നാട്ടില്. സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം ഇതിന് തക്കതായ ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഇനി ഒന്നിയവരെ പുറലോകം കാണിക്കരുത്, ഇനി പുറത്ത് വിടരുത്, അല്ലെങ്കിൽ അത്ര നരകിക്കണം അവരവിടെ കിടന്ന്. അങ്ങനെ അല്ലാതെ അവർ അവിടെ തിന്നാൻ കൊടുത്ത് വളർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഇത് കാണുമ്പോൾ അടുത്തിനി ചെയ്യണവരും ഇങ്ങനെയല്ലേ ചെയ്യുള്ളൂ. കുഴപ്പമില്ല, ഒരു 7-8 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാം എന്നുള്ളൊരു ചിന്ത അവർക്ക് മനസ്സിലുണ്ടാവൂലേ. അപ്പൊ അതിനനുസരിച്ച് തൊട്ടടുത്ത് അവര് ഇതിന് സംസാരത്തില് അവരുമായിട്ട് അങ്ങനെ അടുത്ത ബന്ധമൊന്നുമില്ല, അങ്ങനെ സംസാരിക്കൊന്നുമില്ല എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഈ പ്ലാവിന്റെ ഒരു ചെറിയ പ്രശ്നം, വഴക്കുണ്ട്, പിന്നെ വഴി നടക്കണ എന്തോ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവരെ ബന്ധുക്കളുടെ വസ്തുവായിരുന്നു ഇത്. അപ്പൊ അവര് വിറ്റതാണ്, ഇവരങ്ങനെ ഇവിടെ നിന്ന് വന്ന് താമസിക്കുന്നതാണെന്നാണ്. അവർക്ക് നേരെ അറിഞ്ഞു പോലും കൂടില്ല, അങ്ങനെ മിണ്ടൊന്നും ഇല്ല എന്നാണ് പറയുന്നത്.